ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പടിച്ച് കാണരുത്. കാരണം നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വെറും ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അങ്ങനെ ഒരു അടിപൊളി ആപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പടിക്കാതെ കാണണം. കാരണം നിങ്ങൾ സ്കിപ്പടിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള പോയിൻ്റൊക്കെ ചിലപ്പോൾ വിട്ടുപോയെന്നിരിക്കും. അതുകൊണ്ട് ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. ഇതുപോലെ നല്ല കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. പൈസ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പല കണ്ടൻറ്റുകളായിട്ട് വരും. അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് താഴെ തന്നെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം ഞാനിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസാഫ്. അപ്പോൾ ഗൈസ്, ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് സ്നാപ്വിൻ എന്ന് പറയുന്ന ആപ്പാണ്. അപ്പോൾ ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ സ്നാപ്വിൻ പ്രോ എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ അടുത്തൊരു ആപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇത് ഗെറ്റ് സ്നാപ്വിൻ പ്രോ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ പെർമിഷൻ ചോദിക്കും, അലോ കൊടുക്കുക. ആയിട്ട് വരുന്നേ ഉള്ളൂ, ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ആ സ്നാപ്വിനും. അപ്പം നിങ്ങൾ ഈ സ്നാപ്വിൻ പ്രോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്നാപ്വിൻ പ്രോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. ഞാൻ നേരത്തെ കാണിച്ച സ്നാപ്വിൻ എന്ന് പറയുന്ന ആപ്പേ കിട്ടുള്ളൂ. അതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ ആ ആപ്പിനകത്ത് കയറി വന്നിട്ട് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്നാപ്വിൻ പ്രോയിനെ കുറിച്ച്, അപ്പോൾ നിങ്ങൾ അത് ഈ സ്നാപ്വിനകത്ത് വന്നിട്ട് വേണം സ്നാപ്വിൻ പ്രോ ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ ഗൈസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ സെക്യൂരിറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം സെറ്റിങ്സ് അലോ ഫ്രം ദി സോഴ്സ് എന്ന് പറയുന്നുള്ള അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പം ബാക്ക് വരിക, എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഗൈസ്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൺ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല. അപ്പം ഏറ്റവും ബാക്ക് വരിക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയാൽ അറിയാം. സ്നാപ്വിൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ച ആപ്പുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഡൗൺലോഡ് ആയതാണ് സ്നാപ്വിൻ പ്രോ. അതായത് ഇപ്പോൾ വാട്സപ്പിൻ്റെ തൊട്ട് മേളിൽ കിടക്കുന്ന രണ്ടാമത് കിടക്കുന്നത്. അപ്പം നിങ്ങൾ ആ സ്നാപ്വിൻ പ്രോ എടുക്കുക. അത് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളോട് പെർമിഷൻ ചോദിക്കും, അലോ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അടിക്കുക. ഫോൺ നമ്പർ അടിച്ച ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനൊരു അവരുടെ ടേംസും കാര്യങ്ങളൊക്കെ വരും. അപ്പം നിങ്ങളോട് പറയുന്നത് 18 വയസ്സിന് താഴെയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളത് എഗ്രി കൊടുക്കുക. ഐ എഗ്രി എന്നുള്ള നെക്കി കൊടുക്കുക. അപ്പം ഒരു OTP നിങ്ങൾക്ക് വരും. SMS ആയിട്ട് ഒരു OTP വരും. അപ്പം ഇവിടെ OTP വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി OTP അവിടെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ ഒരു കാര്യം ചെയ്താൽ മതി. അത് ഒന്നുകൂടെയും അവരുടെ ഇത് അലോ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അലോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ചെക്ക് ഇൻ നൗ നിൽക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഏറ്റവും മേളിൽ നോക്കിയാൽ അറിയാം 25 ഇത് കിട്ടിയിട്ടുണ്ട് പൈസ. അപ്പം നിങ്ങളിവിടെ ഇനി ചെയ്യേണ്ട എന്നാന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് അടിക്കാതെ കാണുക. അപ്പം നമുക്ക് ഈ റെഫറർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ എടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഡെയിലി ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോയിൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇന്ന് നമുക്ക് 10 കിട്ടി. നാളെ ഡേ 2 ആകുമ്പോഴത്തേക്കും 15, ഡേ 3 ആകുമ്പോൾ 20, അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിനി വിന്നിങ് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഏത് ടോപ്പിക്കാണ് നിങ്ങൾ എടുക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൂൾസും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഹീറോസ് എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ടോ, ഇവരാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർ. നമ്മുടെ ഈ ആപ്പിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് വിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാ സമയം ഓൾ ടൈമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾ ടൈം ഇവരാണ്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്ന ആളും അവരുടെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾ ഇത് ഈ ഫസ്റ്റത്തെ റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ആ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയിൻ്റ് കിട്ടും. അതും ഏറ്റവും മേളിൽ കാണിച്ചിരിക്കുന്ന. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഏൺ ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആഡ് യുവർ നെയിം, നിങ്ങളുടെ നെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ പേര് NSAF അൻസാഫ്, ലാസ്റ്റ് നെയിം KHAN സഫ്ഖാൻ. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 5 രൂപ ബോണസായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കിട്ടും. പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് പൂർത്തിയായി. പിന്നെ ആഡ് യുവർ പ്രൊഫൈൽ പിക്ചർ, നിങ്ങൾക്കൊരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കുക. ഫോട്ടോ ചുമ്മാ ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് 5 രൂപ ബോണസ് ക്യാഷ് കിട്ടി. അല്ലെങ്കിൽ ആഡ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് നിങ്ങളോട് ചോദിച്ചായിരുന്നു 18 വയസ്സ് ആയോ എന്ന് നിങ്ങളോട് ചോദിച്ചായിരുന്നു. 18 വയസ്സ് അല്ലെങ്കിൽ അതിന് മണ്ടയിലോട്ട് വേണം. അപ്പോൾ നിങ്ങളുടെ നിങ്ങളിപ്പോൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ അതനുസരിച്ച് വേണം നിങ്ങൾ ആദ്യവും ഇപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോഴും ചെയ്യാൻ. അപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്തപ്പോൾ തന്നെ 5 രൂപ ബോണസ് ക്യാഷ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആഡ് യുവർ ജെൻഡർ, നിങ്ങൾ മെയിലാണെങ്കിൽ മെയിൽ, ഫീമെയിലാണ് ഫീമെയിൽ, അപ്പോൾ അത് കൊടുക്കുക. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് 5 രൂപ ബോണസ് കിട്ടി. ഇനി റെഫർ എ ഫ്രണ്ട്, അതായത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് കാണിക്കുകയാണെങ്കിൽ അത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് ഏതിനകത്താണ് ഷെയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ വാട്സപ്പ് എടുക്കുക. ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. വാട്സപ്പ് എടുത്തിട്ട് ഇപ്പം ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പം സ്നാവിൻ നമ്മളിതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് വരും. ഇനി നമ്മൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എൻ്റെ റെഫർ കോഡ്, യൂസ് റെഫർ കോഡ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിനുള്ള ബോണസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ അവൻ അതിനകത്ത് ജോയിൻ ചെയ്യുവാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പസിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പസിൽ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബോണസ് നേടാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വൈകുന്നേരം ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും, ഒരു വൈകുന്നേരം സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിസ്സൊക്കെ ചോദിക്കും. നിങ്ങൾ വൈകുന്നേരം സമയത്ത് ഇതിനകത്തോട്ടൊക്കെ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും. അതിന് കറക്റ്റായിട്ട് ആൻസറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഗെയിംസ് എന്ന് പറയുന്ന ഇപ്പോൾ ഓപ്ഷനിലാണ് നിൽക്കുന്നത്. അതായത് നടുക്കത്തെ 3ാമത്തെ ഓപ്ഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് ഞാൻ ശരിക്കും പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഇവരൊക്കെ വിന്നേഴ്സാണ്. ഇവരൊക്കെ കുറേ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലേ നോ വിത്ത് 2, അപ്പം നമ്മുടെ ഈ 45 രൂപ കാണുന്നുണ്ട്. അപ്പം ആ പ്ലേ നോ, അതായത് ഈ പ്ലേ നോ വിത്ത് 2 എന്ന് പറയുന്ന ആ ചുമല ഏറ്റവും താഴെ കിടക്കുന്ന ആ ഓപ്ഷനിൽ നിൽക്കുക. അപ്പം ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, പിന്നെ വേറെ ഏതൊരു ഭാഷയും കൂടെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പറഞ്ഞിരിക്കുന്നത് ഫ്രം മൈ ഹാർട്ട്, അതായത് ഡെമോ പിക്കിനകത്ത് ആ പുള്ളി നിന്നിരിക്കുന്ന അതേ പോസ്റ്റിൽ തന്നെ വേണം നമ്മൾ നമ്മുടെ ഫോട്ടോ എൻ്റർ ചെയ്യാൻ. ഫ്രം മൈ ഹാർട്ടിന് തൊട്ട് താഴെ ഫോട്ടോസ് അലൗഡ് എന്ന് പറഞ്ഞ് അതിൻ്റെ താഴെ കാണിച്ചിട്ടുണ്ട്. 1ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ബേസ്ഡ് ഓൺ ടോപ്പിക്, അതായത് ഈ ടോപ്പിക് എന്ന് പറയുന്നത്, ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രം മൈ ഹാർട്ട്, അതാണ് ടോപ്പിക്ക്. അപ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾ ഇത്രയും ചെയ്തേച്ചാൽ മതി. ഈ ഡെമോ പിക്ക് നോക്കി അതേപോലെ ഒരു ഫോട്ടോ എടുക്കുക. 2ാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് ഡീസൻറ്റ് ക്വാളിറ്റി. അടുത്ത 3ാമത്തെ കാര്യം നോക്കേണ്ടത് ഒറിജിനൽ പിക്ചർ ടേക്കൺ ബൈ യു, അതായത് നിങ്ങളുടെ പിക്ചർ തന്നെ എടുക്കുക. അപ്പം ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പുറമേ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പൈസ ഉണ്ടാക്കരുത്, അത് ചിലപ്പോൾ റിജക്റ്റ് ആയി പോകും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് സെറ്റാക്കാം. പക്ഷേ ഒരു വിഷയം, ചിലപ്പോൾ അത് റിജക്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്.
അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു ചാൻസസ് കാണും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നാ പറയുന്നത്, വലിയ ക്വാളിറ്റി ഒന്നും വേണമെന്നില്ല, DSLR-ലൊന്നും എടുക്കണമെന്നില്ല. ജസ്റ്റ് അത്യാവശ്യം ഒരു ഈ ഡെമോ പിക്ക് പോലെ തന്നെ ഈ ഒരു അവർ പറയുന്ന ആ ഒരു ഫ്രം മൈ ഹാർട്ട് അതിനോടൊക്കെ യോജിച്ചിരിക്കുന്ന ആ ഡെമോ പിക്ക് പോലത്തെ ഒരു പിക്കാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ഒക്കെ നേടാം. അപ്പം ഞാൻ ഈ ഫോട്ടോയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എൻട്രി ചാർജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 രൂപയാണ്. പിന്നെ വാലറ്റ് ബാലൻസ് അതിൻ്റെ 45 രൂപ, അതായത് 47 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2 രൂപ ഇതിൻ്റെ എൻട്രി ചാർജ് ആയിട്ട് പോയി. ഇനി 45 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, പ്ലേ നോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പ്ലേ നോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതായത് ഈ പ്ലസ് ബട്ടൺ ഇതെല്ലാവർക്കും അറിയാം, ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനത്തെ പിക്കൊന്നും എൻ്റെ കയ്യിലില്ല, ചുമ്മാ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. നിൽക്കുമ്പോൾ അപ്പോൾ ഗൈസ് പ്ലസ് ബട്ടണിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു ഇത് കാണിക്കും, അതായത് ഫോട്ടോ നോട്ട് അലൗഡ്. അതായത് ഗൂഗിളിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ നിന്നോ സ്ക്രീൻഷോട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഓഫ് പിക്ക് മറ്റുള്ള പിക്കുകൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടുന്ന് പറയുന്ന പോലെ തന്നെ ഏൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതൊന്നും വലിയ കാര്യമാക്കണ്ട, റിജക്റ്റായി പോകുന്നൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വലിയ കാര്യമാക്കണ്ട. എന്നാലും നിങ്ങൾ പരമാവധി DSLR ക്വാളിറ്റി ഒന്നും വേണമെന്നില്ല, ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് അത്യാവശ്യം സംഭവം എന്നാന്ന് അറിയിക്കുന്ന കൂട്ടൊരു പിക്ക് എടുക്കുക, പോസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഇതല്ല നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഡെമോ പിക്ക് അതേ സെയിം ഫ്രം ദി ഹാർട്ട് എന്ന് പറഞ്ഞ ആ ഒരു ക്യാപ്ഷൻ കൊടുത്ത് അതേപോലെ തന്നെ വേണം നിങ്ങൾ ഫോട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലോഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് റേറ്റിംഗ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് എങ്ങനെയാണ് മണി വിഡ്രോ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും മേളിൽ ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണിക്കുക. ആ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും. ഒരു കാര്യം, നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ എൻ്റെ പ്രൊഫൈൽ കാണാൻ സാധിക്കില്ല. കാരണം ഇത് നിങ്ങളൊന്ന് ചുമ്മാ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും ഈ ഒരു നമ്മുടെ പ്രൊഫൈലിനകത്ത് വർക്ക് ചെയ്യുകയില്ല. അത് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ചുമ്മാ നിങ്ങൾ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ എല്ലാം ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉടായിപ്പാണോ ഇല്ലയെന്ന്. അപ്പം എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ ചാർട്ടൊക്കെ വലിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാതെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ ഈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഓപ്ഷൻസും വിവരങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും. ടോട്ടൽ സ്കോറ്, ഓവറോൾ റാങ്ക്, ഗെയിം പ്ലേഡ്, എത്ര ഗെയിം കളിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളും, എത്ര പേരെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്, പ്രൊഫൈൽ എത്ര പേര് കണ്ടു, അങ്ങനെയുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചുമല കളറിൽ അതിൽ വൈറ്റ് ആയിട്ട് എഴുതിയേക്കുന്ന മൈ വാലറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. മൈ വാലറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കുമാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ മൈ വാലറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസും കാര്യങ്ങളും വരും. അതിനകത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാഷ് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേക്കും ടേംസ് ആൻഡ് സർവീസസ്, പോളിസീസ്, അങ്ങനെ കുറേ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ കോൺടാക്റ്റ് ആസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവരുടെ തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുള്ള അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യേണ്ട ആ മൈ വാലറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വിഡ്രോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പം അതിൽ നിങ്ങൾ വിഡ്രോ എന്ന് പറഞ്ഞാൽ അത് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കാണിക്കും മിനിമം 100 രൂപയെങ്കിലും ഉണ്ടായാലേ വിഡ്രോ ചെയ്യാൻ സാധിക്കും. മിനിമം 100 രൂപ നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിഡ്രോ ചെയ്യാൻ സാധിക്കും. മിനിമം 100 രൂപ ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ തന്നെ എനിക്ക് 44 രൂപ ഉണ്ട്. ഇത് നമ്മൾ പ്രൊഫൈലെല്ലാം സെറ്റ് ചെയ്തെല്ലാം വരുമ്പോഴത്തേക്കും തന്നെ 46 രൂപ എങ്ങാണ്ട് നമുക്ക് കിട്ടും. അപ്പം 100 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊഫൈൽ എടുക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. നിങ്ങൾ ചുമ്മാ ഒന്ന് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് നോക്കുക. അന്നേരം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. വളരെ സിമ്പിൾ ആപ്പാണ്. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അതുപോലെ തന്നെ ഗെയിമും കളിച്ച് ഇതിനകത്ത് ഏൺ ചെയ്യാൻ നമുക്ക് സുഖമായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആപ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി ആപ്പുകളും കാര്യങ്ങളും പൈസ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പല കണ്ടന്റുകളായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മിസ്സാവും. അതുകൊണ്ട് എനേബിൾ ചെയ്തിടുക. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.